ഇടേ രാത്രി റിവ്യൂ, അതും DSC റൈഡർ റിവ്യൂ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയാണ് കേട്ടോ. രാത്രി 12:30 ഒക്കെ കഴിഞ്ഞു. ശബ്ദമെല്ലാം കേൾക്കുന്നു. ഒരു വല്ലാത്ത പടവായിപ്പോയി കേട്ടോ. അടുത്ത കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ പേടിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പ്രണവ്, ശബ്ദം പോലും പെയ്യായിപ്പോയി അല്ലേ. അതാണ് അവസ്ഥ. പ്രണവ് വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു നടൻ ഒറ്റയ്ക്ക് സ്ക്രീനിൽ നിറഞ്ഞാടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ചെറുക്കന് ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു പ്രണവ് മോഹൻലാലിൻ്റെ, എനിക്ക് തോന്നുന്നു പ്രണവിൻ്റെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു പ്രകടനമാണ് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത സാധനം. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എഡിറ്റിങ്ങും ഛായാഗ്രഹണവും എല്ലാം. ഞാനത് പറഞ്ഞില്ലേ, രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകൻ, മേക്കിംഗ് അപാരം. ഇത് എന്താ പറയുന്നത്, ഒരു ഫ്ലോപ്പിച്ച് പോകുന്ന പടമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു രക്ഷയിലൂടെ പലപ്പോഴും നമുക്ക് ഇതാണ് പ്രശ്നം. ചെറിയ ശബ്ദം, വീടിൻ്റെ ശബ്ദം, കിളിയുടെ ശബ്ദമൊക്കെ. പാതിരാത്രി എല്ലാവരും ഉറങ്ങി കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പടത്തിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകുന്നു. അത് തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിലോ പാലം വലിയ പണിയാണ്. നമ്മളൊക്കെ ഭയങ്കര ധൈര്യശാലിയാണെന്ന് വിചാരിച്ചൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ചെറിയ സൗണ്ട് കിട്ടിയാലും ഞെട്ടി. അതുപോലെ ഇത് 9:30 റിലീസ് ചെയ്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഇപ്പോൾ മനസ്സിലായി, മനുഷ്യനെല്ലാം പീഡിപ്പിക്കുക എന്നുള്ളത്. പലരും അവിടെയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പോണോ ഉണ്ടായോ, ഒറ്റയ്ക്ക് പോകാൻ പണിയുള്ളവനൊക്കെ പണിയാകും. അതുപോലെ 12:30 ഷോയ്ക്ക് നല്ല തിരക്ക്. അപ്പോൾ ഈ 12:30 കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. കാരണം ഒരു ക്ലാഫ് ചിത്രപടി, ക്ലാഫ് എനിക്ക് തോന്നുന്നു വേറെയല്ല, ഹോളിവുഡ് സ്റ്റൈൽ എന്നൊക്കെ പറയും. ഹോളിവുഡ് സ്റ്റൈലൊന്നും പറയത്തില്ല ഞാൻ. ഹോളിവുഡിനെന്ത് പ്രത്യേകത വല്ലതും ഉണ്ടോ? നമുക്കിവിടെ കിട്ടുന്ന സാധനം ഒരു രക്ഷയില്ല. നമ്മുടെ സംവിധായകൻ കലക്കി, പ്രണവിന് യാതൊരു രക്ഷയില്ല. എല്ലാം കൊണ്ടൊരു മാസ്റ്റർ സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, രാത്രി 12:30 കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെ മതി. ഇനി സൗണ്ടുകളൊക്കെ കൂടുന്നു. ഇനിയും ചിലപ്പം തമാശ പറഞ്ഞാലേ ഭയങ്കര പ്രശ്നമായി. പടം കണ്ടിട്ട് കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ എന്തോന്നായിപ്പോവും. അതാണ് അവസ്ഥ. ഇൻ്റർവെൽ പഞ്ചൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഒത്തിരി കാര്യം പറയാനുണ്ട്. അപ്പം നാളെ രാവിലെ ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം.